പാലക്കാട്ടെ എലപ്പുള്ളിയിൽ നിന്ന് ബ്രൂവറി മാറ്റിയാൽ പിന്തുണ അപ്പോൾ ആലോചിക്കാമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പൊതുമേഖലാ സ്ഥാപനമായ മലബാർ ഡിസ്റ്റിലറി വെള്ളം കിട്ടാത്തതിനാൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോഴാണ് സ്വകാര്യ സ്ഥാപനത്തിന് പ്രതിദിനം 10 ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കുമെന്ന് മന്ത്രി പറയുന്നത്. ഇതിൽ വ്യക്തമായ അഴിമതിയുണ്ട്. VS അച്യുതാനന്ദൻ സജീവമായിരുന്നുവെങ്കിൽ ഇത് നടക്കില്ല. CPI ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും ചെന്നിത്തല കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിൽ ബ്രൂവറി നിർമ്മിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ ഉടൻ പിന്മാറണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. അത് കണ്ടില്ലെന്ന് നടിക്കരുത്. മഴനിഴൽ പ്രദേശമാണ് ഇവിടം. ഒയാസിസ് എന്ന കമ്പനിയുമായി മന്ത്രി MP രാജേഷ് ചർച്ച നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സംസ്ഥാന ഗവൺമെൻറ് വലിയ ഒരു അഴിമതിക്കാണ് കളമൊരുക്കുന്നത്. 2022 ഈ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇൻഡോർ കേന്ദ്രമായി മധ്യപ്രദേശിലെ ഇൻഡോർ കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് അന്ന് അപേക്ഷ നൽകിയിരുന്നു. 2022 ഇവരെ എത്തനോൾ നിർമ്മാണത്തിനും ബോട്ടിലിംഗ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ബോട്ടിലിംഗ് പ്ലാന്റിനും സ്പിരിറ്റ് നിർമ്മാണത്തിനും ബിയർ ആൻഡ് വൈൻ നിർമ്മാണത്തിനുമൊക്കെയാണ് ഇവർ അനുമതി ചോദിച്ചത്. അന്ന് സംസ്ഥാന ഗവൺമെൻറ് അവരുടെ അപേക്ഷ തള്ളിക്കളഞ്ഞു. കാരണം അന്ന് മദ്യനയത്തിൽ മാറ്റം വരുത്തിയില്ലായിരുന്നു. 2022 ഈ അപേക്ഷ റിജക്റ്റ് ചെയ്തത് തന്നെ മദ്യനയത്തിൽ മാറ്റം വരുത്തി കൊടുക്കാനായിരുന്നു. എൻ്റെ ചോദ്യം, എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി ചർച്ച നടത്തിയിട്ടാണോ മദ്യനയത്തിൽ മാറ്റം വരുത്തിയത്? അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നയത്തിൽ മാറ്റം വരുത്തി. 2022 റിജക്റ്റ് ചെയ്ത കമ്പനിയുമായി മന്ത്രി സംസാരിച്ചിട്ടുണ്ടോ? മന്ത്രി വ്യക്തമാക്കണം. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന നടപടിയാണിത്. VS അച്യുതാനന്ദൻ സജീവമായി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പദ്ധതി അനുവദിക്കില്ലായിരുന്നുവെന്നും അദ്ദേഹത്തോട് ബഹുമാനം തോന്നുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു. പ്ലാച്ചിമടയിൽ നടന്ന സമരം കൊക്കക്കോള എന്ന അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കൊക്കക്കോള കമ്പനി പൂട്ടാൻ വേണ്ടിയായിരുന്നു. അന്ന് നമ്മൾ ഉന്നയിച്ച് ജലചൂഷണമായിരുന്നു. അന്ന് CPMൻ്റെ നേതൃത്വത്തിൽ, ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്ന സമരം കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടിയായിരുന്നു. VS അച്യുതാനന്ദനെ പിന്നിലുള്ള എൻ്റെ ബഹുമാനം വർദ്ധിക്കുകയാണ്. അവിടെ ആ പോരാട്ടത്തിൽ ഒരിടത്തും പിണറായി അവിടെ കണ്ടിട്ടില്ല. അദ്ദേഹം അന്ന് എതിരായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇടതുമുന്നണി ആ പോരാട്ടം നടത്തി പ്ലാന്റ് അടച്ചുപൂട്ടി. അതുപോലെ പെപ്സി കമ്പനി അടച്ചുപൂട്ടി. അവിടെയാണ് ഇപ്പോൾ എക്സ്ട്രാ ന്യൂട്രൽ എത്തനോൾ, സ്പിരിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, അതോടൊപ്പം തന്നെ ബിയർ, വൈന് തുടങ്ങിയിട്ടുള്ള 5-6ഓളം വലിയ യൂണിറ്റുകൾ വരാൻ പോകുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ മലബാർ ഡിസ്റ്റിലറി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. വെള്ളം കിട്ടാത്തത് കാരണമാണ് ഈ ഡിസ്റ്റിലറി പ്രവർത്തനരഹിതമായത്. അവർക്ക് കൊടുക്കാനില്ലാത്ത വെള്ളം എങ്ങനെയാണ് സ്വകാര്യ കമ്പനിക്ക് കിട്ടുകയെന്നും ചെന്നിത്തല ചോദിച്ചു. സാമ്പത്തിക കുത്തകകളെ കേരളത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന സമീപനമാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്നത്. പിണറായി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അല്ലാതായിരിക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു. കർണാടകത്തിലെ ഡിസ്റ്റിലറി അവിടുത്തെ ഒരു മന്ത്രിയുടേതാണെന്ന MP രാജേഷിൻ്റെ ആരോപണത്തിന് ചെന്നിത്തലയുടെ മറുപടി ഇങ്ങനെ: അങ്ങനെയാണെങ്കിൽ ആ കമ്പനി നിയമപരമായിട്ട് ഇവർ സ്പിരിറ്റോ വല്ലതും വാങ്ങുന്നുണ്ടെങ്കിൽ അതങ്ങ് നിർത്തിവെച്ചേക്കട്ട് രാജേഷ്. അങ്ങനെ കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രിമാരെയോ MLA-മാരുടെയോ ഡിസ്റ്റിലറിയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അത് നിയമപരമായിട്ടാണല്ലോ വാങ്ങുന്നത്. അതങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഒരു മിനിറ്റ്, ഞങ്ങൾക്കറിയില്ല ആരാന്ന്. അതറിയാവുന്ന അങ്ങനെ കമ്പനിയിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അതങ്ങ് റദ്ദ് ചെയ്യട്ടെന്നേ. കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രിമാരുടെ കയ്യിൽ നിന്നോ MLA-മാരുടെ ഉടമസ്ഥതയിലുള്ള ഡിസ്റ്റിലറീസിൽ നിന്നോ സ്പിരിറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അതങ്ങ് റദ്ദ് ചെയ്തോട്ടെ. ഞങ്ങൾക്കെന്ത് കാര്യം? അദ്ദേഹം അതിന് തയ്യാറാവട്ടെ. സ്പിരിറ്റിനാണോ കുടിവെള്ളത്തിനാണോ മുൻഗണന നൽകേണ്ടതെന്ന് സർക്കാർ പറയണം. ശക്തമായ പ്രക്ഷോഭം ഇക്കാര്യത്തിൽ ഉണ്ടാകും. CPI ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.